ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ ക്യാൻവയിൽ എങ്ങനെ മലയാളം ഉപയോഗിക്കാം എന്നതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പുതിയതായിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം സൈസ് ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആഡ് ടെക്സ്റ്റ്. ഓക്കെ, ഇനി ഇത് നമുക്ക് മലയാളം ആണ് യൂസ് ചെയ്തത്. ഇവിടെ കൊടുത്തിട്ട് മലയാളം പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മലയാളം നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഫോണ്ടിൽ ഏതൊക്കെ ഫോണ്ട് നമുക്ക് മലയാളം അവൈലബിൾ ആകുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇങ്ങനെ മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് ഇതിൻ്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ നമ്മൾ ഇവിടെ ഫോണ്ടിലാണല്ലോ വരിക. ഫോണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ഫോണ്ട് അടിയിലേക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് MLU എന്ന് പറയുന്ന ഫോണ്ടാണ്. MLU. ഓക്കെ, MLUവിൽ നമുക്കൊരു 10, 30, 40 ഫോണ്ടോളം ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്കിവിടെ വർക്കാവും കേട്ടോ. ഓക്കെ, ഇത് നല്ലൊരു ഫോണ്ടാണ്, ജ്വാല എന്ന് പറയുന്ന ഫോണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇനി MLUവിൽ നമുക്ക് ഈ ഫോണ്ട് അത്യാവശ്യം ബോൾഡായിട്ടുള്ളൊരു ഫോണ്ടാണ്, കവിത. MLU കവിത എന്ന് പറയുന്ന ഫോണ്ട്. അതുപോലെ തന്നെ ഈ ഫോണ്ട് നല്ല ഫോണ്ടാണ്, മലയാളം. ഇത് കുഴപ്പമില്ലാത്ത ഫോണ്ടാണ്. അപ്പോൾ ഈ ഫോണ്ടുകൾക്കൊക്കെ നമ്മൾ പറയുന്ന പേരാണ് മലയാളം യൂണിക്കോഡ് ഫോണ്ടുകൾ. അതാണ് MLU എന്നതിൻ്റെ ഫുൾ ഫോം. ഇനി MLU എന്ന് തുടക്കത്തിൽ എഴുതി കൊടുക്കാത്ത ഒരുപാട് മലയാളം യൂണിക്കോഡ് ഫോണ്ടുകളുണ്ട്. യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ കോഡ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ നമുക്ക് കിട്ടുന്ന ഫോണ്ടുകൾ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അത്തരം ഫോണ്ടുകൾ ഞാൻ വേറെ കാണിച്ചു തരാം. അപ്പോൾ അനേക് മലയാളം എന്നടിച്ചു കൊടുത്താൽ അനേക് എന്നടിച്ചാൽ തന്നെ ഇവിടെ വരും കേട്ടോ ഈ ഫോണ്ട്. അതുപോലെ തന്നെ അനേകിൻ്റെ ഈ ഫോണ്ട്. ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബോൾഡ്, എക്സ്ട്രാ ബോൾഡ്, സെമി ബോൾഡ്, മീഡിയം, റെഗുലർ, ലൈറ്റ്, എക്സ്ട്രാ ലൈറ്റ്, ഇങ്ങനെയൊക്കെ നമുക്കിത് ഇതിൽ തന്നെ ഒരുപാട് ഓപ്ഷനുകൾ വരുന്നുണ്ട്. ഇത് അനേക ബംഗ്ല മറ്റുള്ള അനേകിൻ്റെ ഒരുപാട് ഫോണ്ടുകൾ മറ്റുള്ള ഭാഷകളിലും ഉണ്ട്. അതൊക്കെ ഇതിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ MLU ഫോണ്ടുകൾ നമുക്ക് ലഭിക്കാം. റിതു എന്ന് പറയുന്ന ഫോണ്ട് ലഭിക്കും. അതും MLU ഫോണ്ടാണ്. റിതു എന്ന് അടിച്ചു കൊടുത്താൽ മതി. അവിടെ റിതു ബോൾഡ്. ഇതൊരു പുതിയ ഫോണ്ടാണ് കേട്ടോ. ഉറൂബ് എന്ന് പറയുന്ന ഫോണ്ടാണത്. ഉറൂബ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഉറൂബ് ബോൾഡ് നമുക്ക് ലഭിക്കും കേട്ടോ. നല്ലൊരു ഫോണ്ടാണ് ഉറൂബിൻ്റെ ഫോണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡയറക്റ്റ് നമുക്ക് എഴുതി കൊടുത്താൽ തന്നെ കിട്ടുന്ന ഫോണ്ടുകളാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയത്. ഇനി ഇതിൻ്റെ അടിയിലേക്ക് ഒരുപാട് മലയാളം ഫോണ്ടുകൾ ഇവിടെ ഉണ്ട്. ഇത് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വെച്ചത് ഏത് പേരിലുള്ള അറിയപ്പെടുന്ന ഫോണ്ടുകളാണ്. K0 എന്ന് തുടങ്ങുന്ന ഫോണ്ടുകളാണിത്. ഈ ഫോണ്ടുകളൊന്നും നമുക്കിങ്ങനെ ഡയറക്റ്റ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ അതിന് നമുക്കൊരു എളുപ്പവഴിയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഫോണ്ടുകൾ, അധികം ഫോണ്ടുകളും ഈ ഫോണ്ടുകളാണ്. അതായത് യൂണിക്കോഡ് ഫോണ്ട് അല്ലാത്ത ഫോണ്ടുകളാണ് കേട്ടോ. MLKB ഫോണ്ടുകൾ, ഇതൊക്കെ മലയാളമാണ്. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യണം. ഇവിടെ ഒരുപാട് ഫോണ്ടുകളുണ്ട്. ഇത് MVM ഫോണ്ടുകളാണ്, MVM ആണ്. ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിവിടെ എഴുതി കൊടുത്താൽ ഈ മലയാളം ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം ഗൂഗിളിൽ തന്നെ നമ്മളിവിടെ കോഡ് FML ഓൺലൈൻ എന്നെടുക്കുക. ഓക്കെ, അപ്പോൾ മലയാളം യൂണിക്കോഡ് ഫോണ്ട് ടു MLET ഫോണ്ട് കൺവേർട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് വരും. നമുക്ക് അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് മേലെ നമ്മൾ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കോഡ് വന്നിട്ടുണ്ട്. ഈ കോഡ് ഇവിടെ നെറ്റിക്കൊണ്ട് കോപ്പി ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നെറ്റിക്കൊണ്ട് കോപ്പി ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കീബോർഡ് ഉപയോഗിച്ച് കോപ്പി ചെയ്താൽ മതി. എന്നിട്ട് നമ്മളിവിടെ ഇതിലേക്ക് വരാം. എന്നിട്ട് നമ്മൾ മലയാളത്തിൽ കൊടുത്തു ഈ കോഡ് നമ്മൾ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, കോഡ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇനി എല്ലാ ഫോണ്ടുകളും നിങ്ങൾ കിട്ടും. യൂണിക്കോഡ് ഫോണ്ട് അല്ലാത്ത എല്ലാ ഫോണ്ടും. യൂണിക്കോഡ് ഫോണ്ടാണെങ്കിൽ അതിൻ്റെ കോഡല്ല ഡയറക്റ്റ് എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഫോണ്ടുകളൊക്കെ നിങ്ങൾക്ക് MVMൻ്റെ അനവധി ഫോണ്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, MLU മാത്രം കിട്ടില്ല കേട്ടോ. MLU അടിക്കുമ്പോൾ കോഡാണ് വരിക. യൂണിക്കോഡ് ഫോണ്ടുകൾ കിട്ടുകയാണെങ്കിൽ ഡയറക്റ്റ് അടിച്ചു കൊടുക്കണം. മറ്റുള്ള ഫോണ്ടുകൾ, യൂണിക്കോഡ് അല്ലാത്ത ഫോണ്ടുകളാണ് കൂടുതലുള്ളത്. ആ ഫോണ്ടുകൾ കിട്ടാൻ നമ്മൾ കോഡ് FML ചെയ്ത് കൊണ്ടുവരണം. അതിന് വളരെ സിമ്പിളായിട്ടുള്ള മാർഗ്ഗമാണ് ഞാൻ കാണിച്ചത്. ഓക്കെ, ഇവിടെ ഈ ഫോണ്ടുകളൊക്കെ കിട്ടുന്നുണ്ടോ? ഇവിടെ TA സഖാവ് എന്നുള്ളൊരു ഫോണ്ടുണ്ട്. ഇത് നേരത്തെ നമ്മൾ കാണിക്കാൻ പറഞ്ഞതാണ്. ഇത് യൂണിക്കോഡ് ഫോണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് കിട്ടാത്തത്. TA സഖാവ് ബോൾഡ്, അത് മറ്റേ ഡയറക്റ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക.
അപ്പോൾ നമ്മൾ പറഞ്ഞ് കോഡ് എഫ് എമ്മിൽ ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിലെ ഒരുപാട് ഫോണ്ടുകൾ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇവിടെ മലയാളം സെർച്ച് ചെയ്താൽ കിട്ടില്ല. ഇതുപോലെ ഒന്നുകിൽ MBM അല്ലെങ്കിൽ ML എന്നൊക്കെ സെർച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ കോഡ് എഫ് എമ്മിൽ ചെയ്ത ഫോണ്ടുകൾ കിട്ടുള്ളൂ. ധാരാളം ഫോണ്ടുകൾ, 200ഓളം ഫോണ്ടുകളുണ്ട്. ഓക്കെ, അപ്പോൾ മലയാളം എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക, മലയാളം എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ബാക്കി നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ ക്യാൻവ പ്രീമിയം വേണമെങ്കിൽ 199 രൂപയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വാങ്ങാം. 199 രൂപയ്ക്ക് ക്യാൻവ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് 1,00,000-ലധികം പ്രിസെറ്റുകൾ, 200 മലയാളം ഫോണ്ടുകൾ, 1 വർഷത്തെ ഗ്യാരണ്ടി, ലൈഫ് ടൈം ആക്സസ്. വല്ല കാരണവശാലും വെബ്സൈറ്റിന്റെ സർവർ പ്രോബ്ലം കാരണം ക്യാൻവ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. 1 വർഷത്തിനുള്ളിൽ എപ്പോൾ നഷ്ടപ്പെട്ടാലും ഉടനെ അക്കൗണ്ട് മാറ്റിത്തരും. 6 ഫ്രീ ക്ലാസുകൾ, വാട്സാപ്പ് ഗ്രൂപ്പ് സപ്പോർട്ട്. ഇതൊക്കെ ലഭിക്കുവാൻ ഒരേയൊരു അക്കാദമി, ഈസ്വ ഓൺലൈൻ അക്കാദമി.